ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. ഛത്തീസ്ഗഡിലെ ബസ്തറിലുണ്ടായ പ്രളയത്തിൽ 8 പേരാണ് മരിച്ചിരിക്കുന്നത്. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. റഷീദ്, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മഴയുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? ഛത്തീസ്ഗഡിന് മുകളിലുണ്ടായ ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായി കേരളത്തിൽ ഇതാ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? വിനീഷ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന, ദില്ലി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും കനത്ത മഴ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ തന്നെയും ഉണ്ടായിട്ടുള്ള മഴക്കെടുതി അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ജമ്മു കാശ്മീരിൽ 41 മരണമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെ, അതായത് 10 ദിവസത്തിനിടെ ജമ്മു കാശ്മീരിൽ മാത്രം 138 പേരുടെ മരണം ഈ മഴക്കെടുതി മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവിധ മേഖലകളിലൊക്കെ തന്നെയും വെള്ളപ്പൊക്കവും റോഡ് ഒലിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ഇന്നും ഇത്തരത്തിലുള്ള മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് ജമ്മു കാശ്മീരിൽ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതോടൊപ്പം ഉത്തരാഖണ്ഡിലും വിവിധ മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ധാരാളിയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ 65 പേരെയാണ് കാണാതായിട്ടുള്ളത്. ഇവർക്കായിട്ടുള്ള തിരച്ചിലും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയും ഈ രക്ഷാപ്രവർത്തനത്തിനടക്കം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് SDRFും അതോടൊപ്പം MDRFിൻ്റെയും ഒക്കെ തന്നെയും സംഘങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മേഖലകളൊക്കെ തന്നെയും പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഈ മേഖലകളിലും വൈദ്യുതിയും അതോടൊപ്പം ഇൻ്റർനെറ്റ് സംവിധാനവും ഒക്കെ വിച്ഛേദിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. റോഡുകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന സാഹചര്യമുണ്ടായി. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും അടക്കം 300ഓളം റോഡുകൾ പൂർണ്ണമായും ഒഴുക്കിൽപ്പെടുകയും അതോടൊപ്പം ഇത്തരത്തിൽ തകരുകയും ചെയ്തിട്ടുണ്ട്. 500-ലധികം വീടുകളാണ് പൂർണ്ണമായും തകർന്നിട്ടുള്ളത്. 1000-ലധികം വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതേസമയം പഞ്ചാബിലേക്ക് വരികയാണ്. പഞ്ചാബിലെ 8 ജില്ലകളിൽ ഇപ്പോഴും പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിലെ സാഗർ ഡാമിലടക്കം ജലം ക്രമാതീതമായി ഉയർന്നതെല്ലാം നദികളിലേക്ക് ഒഴുക്കിവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പഞ്ചാബിലെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള പ്രളയഭീതി തുടരുമെന്ന കാര്യം ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ മേഖലകളിലൊക്കെ തന്നെയും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട, അതായത് തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദില്ലിയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഒരു മൂടിയ കാലാവസ്ഥയാണ്. രാവിലെ തന്നെ ഈ സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ തന്നെ നല്ല വെയിലുണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷേ ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയ ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ സെപ്റ്റംബർ 1-ാം തീയതി വരെ ശക്തമായിട്ടുള്ള മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള നിർദ്ദേശം. ശരി, റഷീദാണ് ദില്ലിയിൽ നിന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മഴയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്.